ഹായ് എവ്രി വൺ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേസ് സിനേരിയോ നമ്പർ 4 ആണ്. അപ്പോൾ കേസ് സിനേരിയോ നമ്പർ 4 നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ലെങ്തി ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, റിക്വയർമെൻറ്റ് നോക്കും. അപ്പോൾ റിക്വയർമെൻറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഇസഡ് ലിമിറ്റഡും എച്ച് ലിമിറ്റഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. ജി ലിമിറ്റഡും എച്ച് ലിമിറ്റഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. വൈ ലിമിറ്റഡും എച്ച് ലിമിറ്റഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളെ ആകെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഈ സിനേരിയോ ബേസ് ചെയ്തിട്ട് ഓരോരുത്തരും നമ്മളുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചാൽ ആൻസറായി. സോ പ്യുവർലി ഇൻഡേസ് 24 അല്ലെങ്കിൽ നമ്മളുടെ ഏതാണ് ഇൻഡേസ് 28 ഏതാണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസിൻ്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡേസ് 111 ജോയിൻ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഇൻഡേസ് ഏതാണ് 110 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ കൺട്രോളിൻ്റെ ഡെഫിനിഷൻ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് റിലേറ്റഡ് പാർട്ടി ആംഗിളിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എച്ച് ലിമിറ്റഡ് ഒരു ഗ്ലോബലി ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ആണ്, കോൺഗ്ലോമറേറ്റ് ആണ്, മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ട്, മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഇൻ ഇൻഡേസ് ആണ്, അതുപോലെ തന്നെ അവർ ഫൈനലൈസ് ചെയ്യുവാണ്. അവർ നമ്മളോട് താഴെ പറയുന്ന സജഷൻ ചോദിക്കുന്നു. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒന്നും നമുക്ക് അറിയേണ്ടതില്ല, അത് വിട്ടേക്കാം. ഇനി നമ്മളോട് പറയുന്നത് എന്താ, ആദ്യത്തെ ആള് എച്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് എവിടെ നമ്മളുടെ ഇസഡ് ലിമിറ്റഡിൽ 12% ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ സാധാരണ 12% ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ സബ്സിഡറിയോ അസോസിയേറ്റോ ജോയിൻ വെഞ്ചറോ ഒന്നുമല്ല, ഓക്കെ, നോർമൽ രീതിയിൽ. പക്ഷേ നമ്മൾ ഇൻഡേസ് 28 പറയുന്ന ഒരു കാര്യമുണ്ട്, സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഡസ് നോട്ട് എക്സിസ്റ്റ് അൺലെസ് അതർവൈസ് പ്രൂവ്. വേറെ ഏതെങ്കിലും ഫാക്ട് കൊണ്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നമുക്ക് അസോസിയേറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ എന്തായാലും കൺട്രോളിനുള്ള പോസിബിലിറ്റി ഒന്നും കാണുന്നില്ല. 12% ഷെയർ ആണ് ഉള്ളത്. നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. ഇസഡ് ലിമിറ്റഡ്സ് ബോർഡ് കംപ്രൈസ് ഓഫ് 8 members and 2 of these members are appointed by H Limited casting significant influence. The significant influence ഉണ്ട്. ഓക്കെ, നമ്മളുടെ 8 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 2 പേരെ നമ്മളാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബോർഡ് മെമ്പറിനും ഓരോ വോട്ടാണ് മീറ്റിങ്ങിലുള്ളത്. അപ്പോൾ ബോർഡിൽ 2 out of 10 25% റെപ്രസെൻറ്റേഷൻ നമ്മുടെ ഉണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമുക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ 12% ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിലും ഇസഡ് ലിമിറ്റഡ് ഈസ് ആൻ അസോസിയേറ്റ്. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇസഡ് ആൻഡ് എച്ച് ലിമിറ്റഡ്. ഇസഡ് ലിമിറ്റഡ് ആൻ അസോസിയേറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ്. പരിപാടി. ഇനി രണ്ടാമത്തെ ആളെ നോക്കാം, ജി ലിമിറ്റഡ്. ജി ലിമിറ്റഡിൻ്റെ 10% ഷെയർ നമ്മളുടെ കയ്യിലുണ്ട്. എഗെയിൻ നോർമലി സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസോ കൺട്രോളോ ജോയിൻറ്റ് കൺട്രോളോ ഒന്നും ഇല്ല. ബാക്കി 90% 9 അതർ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഒരു കമ്പനിയിൽ 10 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഓരോരുത്തരും 10% വെച്ച് ഹോൾഡ് ചെയ്യുന്നു. ആ രീതിയിൽ അവിടെ എന്താണ് 100% ഷെയർസ് വന്നിരിക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഇനി അവർ പറയുന്നു ഡിസിഷൻ അബൌട്ട് റെലവൻറ്റ് ആക്ടിവിറ്റീസ് എക്സെപ്റ്റ് ദി ഡിസിഷൻ ഓൺ ബോറോവിങ്സ്. അത് ജി ലിമിറ്റഡ് എടുക്കുക. മെമ്പേഴ്സ് ഹോൾഡിംഗ് മെജോറിറ്റി ഓഫ് വോട്ടിംഗ് പവർ ആണ്. അതായത് ഈ 10 പേരിൽ ഒരു 6 പേരെങ്കിലും എഗ്രി ചെയ്താൽ ഒരു ഡിസിഷൻ ഇംപ്ലിമെൻറ്റഡ് ആവും. ഇനി നേരെ മറിച്ച് ബോറോവിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലോ 10 on 10 വേണം, യുനാനിമസ് ഡിസിഷൻ വേണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ്. ഫർദർ ഡിസിഷൻ അബൌട്ട് ടേക്കിംഗ് ബോറോവിങ്സ് ആർ നോട്ട് ദ ഡിസിഷൻ ദാറ്റ് മോസ്റ്റ്ലി സിഗ്നിഫിക്കൻ്റ്ലി അഫക്ട് ദ റിട്ടേൺ ഓഫ് ജി ലിമിറ്റഡ്. ജി ലിമിറ്റഡിൻ്റെ റിട്ടേണിനെ സിഗ്നിഫിക്കൻ്റ്ലി അഫക്ട് ചെയ്യുന്ന ഏറ്റവും മേജറായിട്ടുള്ള ഡിസിഷൻ ഈ പറയുന്ന ബോറോവിങ്സ് ആണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും ഇല്ല. നമുക്ക് തന്നെ ഏതാണ് പവർ ടു ഡയറക്റ്റ് ഓൺ റെലവൻറ്റ് ആക്ടിവിറ്റീസ് ഇല്ല. ഇനി ഇവിടെ ബോറോവിങ്സിൽ മാത്രമാണ് യുനാനിമസ് കൺസെൻറ്റ് വേണ്ടത്. എല്ലാ കാര്യത്തിലും യുനാനിമസ് കൺസെൻറ്റ് വേണം എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ജോയിൻറ്റ് കൺട്രോൾ വന്നേനെ. അങ്ങനെയെങ്കിൽ ഒരു ജോയിൻറ്റ് അറേഞ്ച്മെൻ്റ് ആണ്, ജോയിൻറ്റ് വെഞ്ചർ ആണെന്ന് പറയായിരുന്നു. ഇവിടെ അതില്ല. യുനാനിമസ് കൺസെൻറ്റ് വേണ്ടത് ബോറോവിങ്സിന് മാത്രമാണ്. അപ്പോൾ ഏതാണ് ജോയിൻറ്റ് കൺട്രോളും ഇല്ല. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമുക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ബോറോവിങ്സ് നമ്മളുടെ സമ്മതം ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും ഇൻവോൾവ് ചെയ്യണം. ബാക്കി ആക്ടിവിറ്റീസിൽ മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ആണ്. അപ്പോൾ നമ്മളുടെ വ്യൂസിനും അവിടെ ഒരു റെലവൻസ് ഉണ്ട്. അപ്പോൾ ഈവൻ ദോ 10% ഹോൾഡിങ്ങേ നമുക്കുള്ളൂവെങ്കിൽ പോലും ബോറോവിങ്സിൻ്റെ ഡിസിഷൻസിന് നമ്മളുടെ വോട്ട് ആവശ്യമാണ്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ എഗ്രി ചെയ്തില്ലെങ്കിൽ അത് എടുക്കാനേ പറ്റില്ല. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ നമ്മളുടെ വ്യൂസ് ആർ റെലവൻറ്റ്. ഓക്കെ, ഈ 10 പേരിൽ ഒരാളാണ് ഡിസിഷൻ എടുക്കുന്ന, 10 പേരിൽ ഒരാളാണ് നമ്മളുടെ വ്യൂവും. അപ്പോൾ മാറുന്നതനുസരിച്ച് ഡിസിഷൻസിന് ഇൻഫ്ലുവൻസ് വരാം, ഇമ്പാക്റ്റ് വരാം.
ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താണ്, നമുക്ക് ഇവിടെ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയേണ്ടി വരും. അവിടുത്തെ കോൺട്രാക്ച്വൽ ടേംസും കാര്യങ്ങളും ഒക്കെ നോക്കി കഴിയുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയേണ്ടി വരും, അസോസിയേറ്റ് ആണെന്ന് പറയേണ്ടി വരും. സോ ദി റിലേഷൻഷിപ്പ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജി ആൻഡ് എച്ച്? എഗെയിൻ ജി ഈസ് ആൻ അസോസിയേറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ജോയിന്റ് അറേഞ്ച്മെന്റ് വരാത്ത? റെലവെന്റ് ആക്ടിവിറ്റീസിൽ മൊത്തത്തിലും യുനാനിമസ് കൺസെന്റ് വേണ്ട. മൊത്തത്തിലും യുനാനിമസ് കൺസെന്റ് വേണമായിരുന്നെങ്കിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞേനേയും ഈ പറയുന്ന ജോയിന്റ് അറേഞ്ച്മെന്റ് ആണെന്ന് പറഞ്ഞത്. അടുത്ത, എച്ച് ലിമിറ്റഡ് ഓൾസോ എൻഗേജ് ഇൻ ബിസിനസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇറ്റ് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇസ് ഹോൾഡിംഗ് 15% ഓഫ് വോട്ടിംഗ് പവർ. അപ്പോൾ എഗെയിൻ 15% വോട്ടിംഗ് പവർ ആണ്. ജനറലി സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഇല്ല അൺലെസ് അതർവൈസ് പ്രൂവ്ഡ്. ഇവിടെ പക്ഷെ പറയുന്നു വൈ ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് പ്രൊഡ്യൂസിങ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ഫാർമസ്യൂട്ടിക്കൽ എൻറ്റിറ്റി. അപ്പം ഇവർ ഹോൾഡ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഷെയറാ. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടിയുള്ള പാക്കിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇവർ. One of the incentive for H Limited to invest in Y Limited was the fact that Y Limited is engaged in the business of producing packing material which is also useful for H. നമ്മുടെ റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മളുടെ പാക്കിംഗ് മെറ്റീരിയൽ പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാക്കിംഗ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണിത്. നമ്മളുടെ മേജർ സപ്ലയർ ആണ്. സിൻസ് ലാസ്റ്റ് മെനി ഇയേഴ്സ് ഓൾമോസ്റ്റ് 90% ഔട്ട്പുട്ട് ഓഫ് Y Limited is procured by H. അപ്പം നമ്മളാണ് അവരുടെ മേജർ കസ്റ്റമർ. ഓക്കെ, അവരുടെ മേജർ കസ്റ്റമർ നമ്മളാണ്. അപ്പോൾ 15% ഷെയറേ നമ്മുടെ കയ്യിൽ ഉള്ളൂ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു മേജർ കസ്റ്റമറാണ്. മെറ്റീരിയൽ ട്രാൻസാക്ഷൻ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയേണ്ടി വരും? അസോസിയേറ്റ് ആണെന്ന് പറയേണ്ടി വരും. 15% ഉള്ളൂ എങ്കിലും മെറ്റീരിയൽ ട്രാൻസാക്ഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ അവർ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവിടെയും അസോസിയേറ്റ് ആണ്. അപ്പോൾ 3 കേസിലും റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? റിലേഷൻഷിപ്പ് ഈസ് അസോസിയേറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പം നമുക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ 3 അസോസിയേറ്റ് എന്നുള്ള ആൻസർ വരുമ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂഷൻ അടിക്കും. ഇതിന് ശരിക്കും ഇങ്ങനെ അല്ലേ എന്നൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കേസ് സിനറിയുടെ ആൻസർ വരിക. ഓക്കെ, താങ്ക് യു.